ഹായ് ഗൈസ്, ഞാൻ അവന്തിക. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇതുവരെ ഒരു വീഡിയോ ഇങ്ങനെ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫേസ് കാണിച്ചിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, കുറേ നാളത്തെ ആഗ്രഹമാണ്. കുറേ നാളെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുപ്പം തൊട്ട് എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ വേണം, വ്ളോഗിങ് ചാനൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഫ്രണ്ട്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും, കളിയാക്കോ ഇല്ലയോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നീട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗൊക്കെ പോലെ കണക്കാക്കാം, പക്ഷേ വ്ളോഗിൽ പെടുന്നൊന്നുമില്ല. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇത്രയും നാളും കുറേ ഷോർട്സായിട്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കാം. സോ ഞാൻ ലാഗ് അടിപ്പിക്കണില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടാമത്തല്ല, മൂന്നാമത്തെ ടേക്കാണ്. അപ്പോൾ ഞാൻ ഇനി എത്ര ടേക്ക് എടുക്കുന്നോ ഒന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കില്ലായിരിക്കാം. മേ ബി ഫേസ് കാണിക്കാത്ത വീഡിയോ തന്നെ ആക്കിയേക്കാം. സോ എൻ്റെ നവരസമെല്ലാം കണ്ടല്ലോ. അപ്പോൾ നമ്മളതാ ഈ ഒരു ജനലും ഈ ഒരു ടേബിളുമാണ് മേക്ക് ഓവർ ചെയ്യാൻ പോണത്. പക്ഷെ എനിക്ക് ഈ ടേബിൾ എന്ത് മേക്ക് ഓവർ ചെയ്യണമെന്ന് കുറേ ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അവസാനം തോന്നിയത് അവിടെ എവിടെയൊക്കെ എടുത്ത് വെച്ചായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ക്രിസ്മസിന് വേണ്ടി DIY ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ എല്ലാ സാധനങ്ങളും മാറ്റി ആ ഒരു കസേരയുടെ അടിയിൽ വെച്ചായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ബാക്ക് ക്യാമറയിൽ എടുത്തു കേട്ടോ. അപ്പോൾ ടേബിൾ ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തപ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടി. അതാണ് ഞാൻ തലതിരിഞ്ഞൊക്കെ ഇരിക്കണത് കേട്ടോ. സോ ഈ ഒരു കാർഡ്ബോർഡ് മൊത്തം ഞാൻ അതിനകത്തോട്ട് കുത്തിക്കയറ്റി വെച്ചു. പിന്നെ ഞാൻ ആദ്യം ഒരു തുണിയുണ്ട്, വെള്ള തുണി വെച്ചിട്ട്, ക്രിസ്മസൊക്കെ അല്ലേ, വൈറ്റ് റെഡൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ വൈറ്റ് തുണി അവിടെ വിരിച്ചിട്ട് അതിന് മുകളിൽ സാധനങ്ങൾ വെക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വേണ്ട വെച്ചിട്ട് ഞാനത് വലിച്ച് മാറ്റിയതാണ്. അപ്പോൾ ഈ ഒരു കോസ്റ്റർ ഇവിടെ ഇരിക്കട്ടെ വെച്ചു. പിന്നെ ഞാൻ കുറേ മിനി നോട്ട്ബുക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കയറ്റിയിട്ട് അതിനകത്ത് വെച്ചു. ഇത് ക്രിസ്മസ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അധികം ഒരു സാധനവും ഇല്ല. അപ്പോൾ റെഡ് കളറായിട്ട് അപ്പോൾ പിന്നെ റാൻഡം തിങ്സ് എടുത്ത് വെക്കുമായിരുന്നു. പിന്നെ അപ്പോഴാണ് ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ച് ഓർത്തത്. ഞാൻ രണ്ടും അവിടെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നീണ്ട ക്യാൻഡിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അത് ആ ടേബിൾ ചെരിഞ്ഞിട്ടാണല്ലോ, അപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവസാനം അത് വെച്ചിട്ട് പോയി. ആ സാധനം ഉരുണ്ട് താഴെ പോയതാണ്. പിന്നെ ഞാൻ ഈ ഒരു ചാർജർ വെച്ചിട്ടുണ്ടായിരുന്നു. ചാർജറല്ല, അഡാപ്റ്റർ. പിന്നെ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റാറൊക്കെ കട്ട് ചെയ്ത് അവിടെ എവിടെ വെച്ചു. അപ്പോഴാണ് എൻ്റെ ജേണൽ ബുക്ക് ഓർത്തത്. അപ്പോൾ ഞാൻ അത് വെക്കാമെന്ന് വെച്ചിട്ട് എൻ്റെ 2 ജേണൽ ബുക്കും ഞാൻ ഇവിടെ വെച്ചിട്ട് കോസ്റ്റർ അപ്പുറത്താക്കി. സോ ഈ ഡിസംബർ മൊത്തം കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കണം എന്നൊരു ഇതിലായിരുന്നു ഞാൻ ആ കോസ്റ്ററും ജേണൽ ബുക്കൊക്കെ അവിടെ വെച്ചത്. പിന്നെ ഈ ഒരു ജേണലിൽ ഈ നടുവിലത്തെ ഭാഗത്തിലായിരുന്നു ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഗ്രിഡ് ലൈൻ ഞാൻ അവിടെ തൂക്കിയിടുകയായിരുന്നു ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ തിന്നായിട്ടുള്ള നൂല് വെച്ച് കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. കാരണം ഒട്ടിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലല്ലോ, കാരണം ജനലല്ലേ. പിന്നെ ഇത്രയും സാധനങ്ങളുണ്ട്, അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടണം. പിന്നെ ഞാൻ ഇടയ്ക്ക് സ്ട്രോയിൻ്റെ സ്റ്റാർ വെച്ചു. ഞാൻ ക്യാമറ അങ്ങോട്ടാക്കാൻ മറന്നു പോയതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു സ്നോ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ ചെയ്തതാണ്, ഒരു എക്സ്പെരിമെൻറ്റ് പോലെ. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടി. പിന്നെ ഞാൻ ഈ ഒരു ക്രോഷേ ചെയ്ത സ്റ്റാർ അവിടെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റാറിൻ്റെ ഗാർലൈൻഡ് ഞാൻ തൂക്കിയിടാൻ വേണ്ടി നോക്കുമ്പോൾ മേളിലിടണോ താഴെ ഇടണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ അവസാനം മേളിലാക്കി. മേളിൽ മീൻസ് ആ ഒരു ഗ്രിഡ് ലൈൻ്റെ നടുവിൽ വരുന്ന പോലെയായിരുന്നു തൂക്കിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അത് ഞാനൊന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്. ഞാൻ ക്യാമറ മേളിലോട്ടും താഴോട്ടും ആക്കാൻ മറന്നു പോവാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ നേരം എടുത്ത് കെട്ടാൻ, അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ നേരം എടുത്ത് കെട്ടി. സോ ഇതാണ് ആ ഒരു സ്റ്റാർ ഇട്ടതിൻ്റെ. പിന്നെ ഞാൻ കെട്ടുന്നൊന്നും കാണിച്ചില്ല, ആ ഒരു മൂണും കൂടെ ഇരിക്കട്ടെ വെച്ചു. അപ്പോൾ എന്തോ ഒരു ഈദിൻ്റെ ലുക്ക് വന്നു കേട്ടോ. പിന്നെ ആ ഒരു അറ്റത്ത് മാത്രം ഒരു മൂണ് സാരില്ല പറഞ്ഞിട്ട്
ദാ ഇവിടെയും ഞാൻ ക്യാമറ താത്താൻ മറന്നു പോയതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ബോക്സ് വന്നിട്ട് ആ ഒരു റെഡ് തുണിയിൽ കവർ ചെയ്തിരിക്കും. അതിനിടയ്ക്ക് ആ ഒരു പട്ടി ആ ജനലിൻ്റെ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണത്. അപ്പോൾ ദാ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചു. ഇങ്ങോട്ടാക്കി ക്യാമറ എന്നിട്ടും താത്തിയില്ല. അപ്പം ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ഒരു ട്രീ, കുറച്ച് സ്റ്റാർ, പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ വെച്ചു. പിന്നെ ഈ ഒരു സ്റ്റാറിൻ്റെ ട്രീ, പിന്നെ ഈ ഒരു ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫ്ലവർ ബൊക്കെ ഫ്ലവർ കണ്ടപ്പോൾ അവിടെ എടുത്ത് വെച്ചാണ്. പിന്നെ ആ സാധനം അവിടെ വെച്ചു. പിന്നെ പോലെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അതിൽ തൂക്കിയിട്ടു. പിന്നെ ഈ ഒരു സ്റ്റാർ തൂക്കിയിട്ടു, ഈ ഒരു ഹാപ്പി ക്രിസ്മസ് തൂക്കിയിട്ടു. പിന്നെ സ്നോ ഫ്ലെക്സ് ഇവിടെ വെച്ചു. പിന്നെ 2 കല്ലുണ്ടായിരുന്നു, അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൽ എന്തെങ്കിലും ഇട്ട് വെക്കണം. പിന്നെ ഇതിൽ ഫ്ലവർ ഒന്നും കിട്ടിയില്ല വെക്കാൻ, ഉണ്ടാക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ അതെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ.